ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് മേജർ ന്യൂട്രിയൻസ് ഏതൊക്കെയാണെന്നും അതുപോലെ തന്നെ വൈറ്റമിൻസിനെ പറ്റിയും മിനറൽസിനെ പറ്റിയും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഈ വൈറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെയും ഒക്കെ കുറവ് കൊണ്ട് നമുക്കുണ്ടാകാൻ പോകുന്ന അസുഖങ്ങളെ പറ്റിയാണ്. നമുക്ക് നോക്കാം. ഡെഫിഷ്യൻസി ഡിസീസസ്, അതായത് അപര്യാപ്തത രോഗങ്ങൾ. Vitamins and minerals are required by the body in small quantities only. വൈറ്റമിൻസും മിനറൽസും നമുക്ക് ശരീരത്തിൽ കുറഞ്ഞ അളവിൽ മാത്രമേ ആവശ്യമുള്ളൂ. However, if they are not available to the body in the required quantity, deficiency diseases are bound to manifest. അതായത് വളരെ കുറച്ചളവിൽ മാത്രമേ വൈറ്റമിൻസും മിനറൽസും നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളൂ എങ്കിലും വേണ്ടത്ര അളവിൽ അത് നമ്മുടെ ശരീരത്തിൽ കിട്ടിയില്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ചില രോഗങ്ങൾ ഉണ്ടാകുന്നു. യു ഹാവ് ഓൾറെഡി ലേൺഡ് അബൌട്ട് ദ ഡിസീസസ് റിലേറ്റഡ് ടു പ്രോട്ടീൻ ഡെഫിഷ്യൻസി. അതായത് പ്രോട്ടീൻ്റെ അളവ് കുറയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന അസുഖങ്ങളെപ്പറ്റി നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. പേ അറ്റൻഷൻ ടു ദ വൈറ്റമിൻ ഡെഫിഷ്യൻസി ഡിസീസസ് ലിസ്റ്റഡ് ബിലോ. അതായത് വൈറ്റമിൻസിൻ്റെ അഭാവം മൂലം നമുക്കുണ്ടാകുന്ന രോഗങ്ങൾ താഴെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നോക്കുക. ഹിയർ വൈറ്റമിൻ എ. വൈറ്റമിൻ എയുടെ കുറവ് കൊണ്ട് നമുക്കുണ്ടാകുന്ന ഒരു രോഗമാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ്, അതായത് നിശാന്തത എന്ന് പറയും. നമ്മൾ അതിനെപ്പറ്റിയൊക്കെ താഴേക്ക് പഠിക്കുന്നുണ്ട്. നൗ വൈറ്റമിൻ ബി, ഗ്ലോസൈറ്റിസ് ഓർ സ്വോളൻ ടങ് ആൻഡ് ടിംഗ്ലിംഗ് ഓഫ് സ്കിൻ ഓൺ ടങ്. ദെൻ മൗത്ത് അൾസർ. അപ്പോൾ ഗ്ലോസൈറ്റിസ് എന്ന് പറയുന്നത് നാവ് വീക്കം, അതായത് നാവിൽ സ്വെല്ലിംഗ് ഉണ്ടാവുക, നാവിലെ തൊലിയൊക്കെ ഇളകിപ്പോകുന്ന ഒരു അവസ്ഥയാണ്. ദെൻ മൗത്ത് അൾസർ, വായ്പുണ്ണ്. അപ്പോൾ വൈറ്റമിൻ ബിയുടെ ഡെഫിഷ്യൻസി കൊണ്ടാണ് നമുക്ക് ഈ അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഈ ഗ്ലോസൈറ്റിസ്, ഈ മൗത്ത് അൾസറൊക്കെ നമ്മളിൽ പലരും എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലേ. അതൊക്കെ വൈറ്റമിൻ ബിയുടെ ഡെഫിഷ്യൻസി കൊണ്ടാണ് നമുക്കുണ്ടാകുന്നത്. നെക്സ്റ്റ് വൺ വൈറ്റമിൻ സി, ബ്ലീഡിംഗ് ഗം, അതായത് സ്കർവി. അപ്പോൾ മോണയിൽ നിന്നുള്ള രക്തസ്രാവം, അതാണ് ബ്ലീഡിംഗ് ഗം എന്ന് പറയുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു അസുഖത്തിനാണ് എന്ത് പറയുക, സ്കർവി എന്ന് പറയുക. ദെൻ വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന അസുഖമാണ് റിക്കറ്റ്സ്. റിക്കറ്റ്സ് എന്താണെന്നാണ് ഈ പിക്ചറിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, കാലിൻ്റെ മുട്ടിന് താഴേക്ക് ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥ. താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, അത് ശ്രദ്ധിക്കാം. ഡെഫിഷ്യൻസി ഓഫ് വിച്ച് വൈറ്റമിൻ കോസസ് സ്കർവി. അതായത് ഏത് വൈറ്റമിൻ്റെ അഭാവം മൂലമാണ് സ്കർവി ഉണ്ടാകുന്നത് നമ്മളിവിടെ പഠിച്ചു അല്ലേ. ബ്ലീഡിംഗ് ഗം, അതായത് എന്താണ്, വൈറ്റമിൻ സിയുടെ കുറവ് കൊണ്ടാണ് സ്കർവി ഉണ്ടാകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഫുഡ് ഐറ്റംസ് വിൽ യു സജസ്റ്റ് ടു ഇൻക്ലൂഡ് ഇൻ ദ ഡയറ്റ് ഇഫ് സമ്മൺ ഇൻ യുവർ ഹോം സഫേഴ്സ് ഫ്രം മൗത്ത് അൾസർ. നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും വായ്പുണ്ണ് വന്നാൽ അവരുടെ ഭക്ഷണത്തിൽ ഏതൊക്കെ ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടുത്താനായിട്ടായിരിക്കും നിങ്ങൾ നിർദ്ദേശിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡെഫിഷ്യൻസി ഓഫ് വിച്ച് വൈറ്റമിൻ കോസസ് നൈറ്റ് ബ്ലൈൻഡ്നെസ്. ഏത് വൈറ്റമിൻ്റെ അഭാവം മൂലമാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉണ്ടാകുന്നത്? നമ്മൾ ഓൾറെഡി പഠിച്ചു, വൈറ്റമിൻ എയുടെ കുറവ് കൊണ്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡെഫിഷ്യൻസി ഓഫ് വിച്ച് വൈറ്റമിൻ കോസസ് റിക്കറ്റ്സ്. ഏത് വൈറ്റമിൻ്റെ അഭാവം മൂലമാണ് റിക്കറ്റ്സ് ഉണ്ടാകുന്നത്? അനലൈസ് ദ ടേബിൾ ആൻഡ് റൈറ്റ് യുവർ ഇൻഫറൻസസ് ഇൻ ദ സയൻസ് ഡയറി. അപ്പോൾ ഈ ടേബിൾ വിശകലനം ചെയ്തിട്ട് നിങ്ങളുടെ നിഗമനങ്ങളൊക്കെ സയൻസ് ഡയറിയിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ എല്ലാം ആൻസേഴ്സ് ഈ ബോക്സിൽ നിന്ന് തന്നെ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വൺ, നൈറ്റ് ബ്ലൈൻഡ്നെസ്. നൈറ്റ് ബ്ലൈൻഡ്നെസ് ഇസ് ദ പുവർ വിഷൻ എക്സ്പീരിയൻസ്ഡ് ഇൻ ഡിം ലൈറ്റ് ആൻഡ് നൈറ്റ്. അപ്പം നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്താണ് എന്നാണ് പറയുന്നത്. ഇരുട്ടിലും മങ്ങിയ വെളിച്ചത്തിലും അനുഭവപ്പെടുന്ന ഒരു കാഴ്ചക്കുറവാണ് നിശാന്തത എന്ന് പറയുന്നത്. Persons with night blindness have no issues in vision during daytime and in bright light at night. അപ്പോൾ ഈ നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉള്ള ആളുകൾക്ക് പകലും രാത്രിയിൽ നല്ല വെളിച്ചത്തിലും കാഴ്ചയ്ക്ക് യാതൊരു തകരാറും ഉണ്ടായിരിക്കില്ല. Deficiency diseases caused by the lack of minerals are given in the table below. Analyze the table and find answers to the questions. അതായത് മിനറൽസിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ് ചുവടെ ഈ ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. ഈ ടേബിൾ വിശകലനം ചെയ്ത് നിങ്ങളുടെ ആൻസേഴ്സ് എന്താണെന്ന് കണ്ടുപിടിക്കുക. ഫസ്റ്റ് വൺ, അയൺ. അയണിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗമാണ് അനീമിയ. ദെൻ നെക്സ്റ്റ് വൺ, അയഡിൻ. അയഡിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗമാണ് ഗോയിറ്റർ. കാൽഷ്യം,
കാൽഷ്യത്തിൻ്റെ കുറവുകൊണ്ട് ഉണ്ടാകുന്ന രോഗമാണ് ഓസ്റ്റിയോപോറോസിസ്. മനസ്സിലായല്ലോ? താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് വൺ, വിച്ച് ഡിസീസസ് ഈസ് കോസ്ഡ് ബൈ ദ ഡെഫിഷ്യൻസി ഓഫ് അയൺ. ഈ ബോക്സിൽ നിന്ന് തന്നെ നമുക്ക് അതിൻ്റെ ആൻസർ എഴുതാൻ പറ്റും. അയണിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം ഏതാണ്? അനീമിയ അല്ലേ? ഇവിടെ നമുക്ക് അനീമിയ എന്നെഴുതാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഫുഡ് ഐറ്റംസ് ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ അവർ ഡയറ്റ് ടു പ്രിവെൻറ്റ് ഗോയിറ്റർ? വൈ? ഗോയിറ്റർ എന്ന രോഗം ഉണ്ടാകാതിരിക്കാനായിട്ട് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ആഹാര വസ്തുക്കൾ ഏതൊക്കെയാണ്? എന്തുകൊണ്ട്? നെക്സ്റ്റ് വൺ, ഫുഡ് ഐറ്റംസ് ആർ ടു ബി ഇൻക്ലൂഡഡ് ഇൻ അവർ ഡയറ്റ് ടു പ്രിവെൻറ്റ് ഓസ്റ്റിയോപോറോസിസ്. ഓസ്റ്റിയോപോറോസിസ് ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ഏതൊക്കെ തരം ഭക്ഷ്യവസ്തുക്കൾ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ആർ അയൺ ടാബ്ലറ്റ് സപ്ലൈഡ് ഇൻ സ്കൂൾസ്? എക്സ്പ്ലെയിൻ. എന്തിനാണ് സ്കൂളിൽ അയൺ ഗുളിക വിതരണം ചെയ്യുന്നതെന്ന് വിശദീകരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അനലൈസ് ദ 2 tables given above, prepare a write-up on deficiency diseases and display it on the bulletin board. അപ്പോൾ മുകളിൽ കൊടുത്തിരിക്കുന്ന ഈ 2 ബോക്സും വിശകലനം ചെയ്തിട്ട് എന്തൊക്കെ ഡെഫിഷ്യൻസി കൊണ്ട്, വൈറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെയും ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകുന്ന അസുഖങ്ങളെപ്പറ്റി ഒരു ലേഖനം തയ്യാറാക്കി അത് സ്കൂളിലെ ബുള്ളറ്റിൻ ബോർഡിൽ ഡിസ്പ്ലേ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ്, ഓസ്റ്റിയോപോറോസിസ്. നമ്മൾ മുകളിലത്തെ ടേബിളിൽ കണ്ടിരുന്നു. ഓസ്റ്റിയോപോറോസിസ് എന്താണെന്നാണ് പറയുന്നത്. ഓസ്റ്റിയോപോറോസിസ് ഈസ് ദ കണ്ടീഷൻ ഇൻ വിച്ച് ബോൺസ് ബിക്കം സോഫ്റ്റ് ആൻഡ് ബ്രിട്ടിൽ ഡ്യൂ ടു ദ ഡിക്രീസ് ഇൻ ഡെൻസിറ്റി ഓഫ് മിനറൽസ് ഇൻ ദ ബോൺസ്. അതായത് അസ്ഥികളിലെ, അതായത് ബോൺസിലെ ഈ മിനറൽസിൻ്റെ ഡെൻസിറ്റി, അതായത് അതിൻ്റെ സാന്ദ്രത കുറയുന്നത് മൂലം എല്ലുകളുടെയൊക്കെ കട്ടി കുറഞ്ഞ് ദുർബലമാകുന്ന ഒരു അവസ്ഥയാണ് ഓസ്റ്റിയോപോറോസിസ് അഥവാ അസ്ഥിക്ഷയം എന്ന് പറയാം. ദിസ് മേ ലീഡ് ടു വീക്ക്നെസ് ഓഫ് ബോൺസ് ആൻഡ് ഫ്രാക്ചർ. ഈ ഓസ്റ്റിയോപോറോസിസ് ഉള്ളവർക്ക് അവരുടെ എല്ലുകളുടെ ബലക്ഷയം അല്ലെങ്കിൽ പെട്ടെന്ന് എല്ല് പൊട്ടിപ്പോവുക എന്നിവയ്ക്കൊക്കെ ഇത് കാരണമാകുന്നു. നെക്സ്റ്റ് വൺ, ഗോയിറ്റർ. സിമ്പിൾ ഗോയിറ്റർ ഈസ് ദ കണ്ടീഷൻ ഇൻ വിച്ച് ദ തൈറോയ്ഡ് ഗ്ലാൻഡ് സിറ്റുവേറ്റഡ് ഇൻ ദ ത്രോട്ട് ബിക്കംസ് എൻലാർജ്ഡ് ഡ്യൂ ടു ദ ലാക്ക് ഓഫ് അയഡിൻ ഇൻ അവർ ഡയറ്റ്. നിങ്ങൾ ഈ പിക്ചർ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അയഡിൻ്റെ കുറവ് മൂലം ഈ തൊണ്ടയിൽ തൈറോയ്ഡ് ഗ്ലാൻഡ് എന്ന് പറയുന്ന ഒരു ഗ്ലാൻഡുണ്ട്. അത് വലുതാകുന്ന അവസ്ഥയാണ് ഗോയിറ്റർ എന്ന് പറയുക, അല്ലെങ്കിൽ തൊണ്ടമുഴ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അയോഡിൻ ഈസ് എസെൻഷ്യൽ ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ഹോർമോൺസ് ബൈ ദ തൈറോയ്ഡ് ഗ്ലാൻഡ്. അതായത് ഈ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ഹോർമോൺ ഉൽപ്പാദനത്തിന് അയോഡിൻ ആവശ്യ ഘടകമാണ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കമ്പോണൻസ് അതർ ദാൻ ന്യൂട്രിയൻസ്, അതായത് പോഷകേതര ഘടകങ്ങൾ എന്ന് പറയും. ജസ്റ്റ് ലൈക്ക് ന്യൂട്രിയൻസ്, there are certain other components that are required for our health. Let's see what they are. അതായത് ഈ പോഷക ഘടകങ്ങളെ പോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റ് ചില ഘടകങ്ങൾ നമ്മുടെ ആരോഗ്യത്തിന് ആവശ്യമാണ്. അവ ഏതെല്ലാമാണെന്ന് നോക്കാം. സിഹിയർ ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ബനാന സ്റ്റെം, അതായത് നമ്മുടെ വാഴപ്പിണ്ടി. കട്ട് എ ബനാന സ്റ്റെം ആൻഡ് ഒബ്സർവ് ദ ഫൈബേഴ്സ് ഇൻ ഇറ്റ്. വാഴപ്പിണ്ടി മുറിച്ച് നോക്കി അവയുടെ നാരുകൾ നിരീക്ഷിക്കുക. നിങ്ങൾ കണ്ടിട്ടുണ്ടോ വാഴപ്പിണ്ടി ഇങ്ങനെ മുറിക്കുമ്പോൾ ഒരു നൂല് പോലെ നാരുകൾ ഇങ്ങനെ വരാറുണ്ട്. വിച്ച് അതർ ഡയറ്ററി ഫൈബേഴ്സ് ഡു യു നോ? നാരുകളുള്ള മറ്റേതെല്ലാം ഭക്ഷണ സാധനങ്ങൾ നിങ്ങൾക്കറിയാം? വൈ ഈസ് ഇറ്റ് എസെൻഷ്യൽ ടു ഇൻക്ലൂഡ് ഫൈബേഴ്സ് ഇൻ ദ ഡയറ്റ്? ആഹാരത്തിൽ നാരുകൾ ഉൾപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്? ഡിസ്കസ് ദ നോട്ട് ഗിവൻ ബിലോ. താഴെ കൊടുത്തിരിക്കുന്ന കുറിപ്പ് ചർച്ച ചെയ്യുക. റൈറ്റ് ഡൗൺ യുവർ ഇൻഫറൻസസ് ഇൻ ദ സയൻസ് ഡയറി. നിങ്ങളുടെ നിഗമനങ്ങൾ എന്താണെന്ന് സയൻസ് ഡയറിയിൽ എഴുതുക. നെക്സ്റ്റ് ടോപ്പിക്, ഫൈബേഴ്സ്. വാട്ട് ആർ ഫൈബേഴ്സ്? ഫൈബേഴ്സ് ആർ ദ സെല്ലുലോസ് ഒബ്റ്റെയിൻഡ് ഫ്രം പ്ലാന്റ് ബേസ്ഡ് ഫുഡ് വിച്ച് കാൻ ബി ഡൈജസ്റ്റഡ് ബൈ അവർ ബോഡി. അതായത് സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ സെല്ലുലോസ് ആണ് നാരുകൾ. മനസ്സിലായോ? നമുക്ക് പ്ലാന്റ്സിലൂടെ ലഭിക്കുന്നതും എന്നാൽ അത് നമ്മുടെ ബോഡിക്ക് ഡൈജസ്റ്റ് ആക്കാൻ പറ്റാത്തതുമായ സെല്ലുലോസ് ആണ് നാരുകൾ അഥവാ ഫൈബേഴ്സ് എന്ന് പറയുന്നത്. ഫൈബേഴ്സ് ആർ നോട്ട് ന്യൂട്രിയൻ കമ്പോണൻസ്. നാരുകൾ ഒരു പോഷക ഘടകമല്ല. However, fibers facilitate digestion and egestion of feces through the large intestine.
എങ്കിലും ദഹനം, അതുപോലെ തന്നെ വൻകുടലിലൂടെയുള്ള വിസർജ്യ വസ്തുക്കളുടെ പുറന്തള്ളൽ എന്നിവയൊക്കെ സുഗമമാക്കുന്നത് ഈ ഫൈബേഴ്സിൻ്റെ സാന്നിധ്യം കൊണ്ടാണ്. സിരിയൽസ് വിത്ത് bran, leafy vegetables, banana stem, banana flour, etc. contains fibers in abundance. അപ്പോൾ തവിട്, അതുപോലെ തന്നെ തവിട് അടങ്ങിയ ധാന്യങ്ങൾ, അതായത് പിന്നെ ഇലക്കറികൾ, പച്ചക്കറികൾ, വാഴപ്പിണ്ടി, വാഴക്കൂമ്പ് തുടങ്ങിയവയിലൊക്കെ ധാരാളമായിട്ട് നാരുകൾ അടങ്ങിയിട്ടുണ്ട്. ആസ്ക് യുവർ പേരൻറ്റ്സ് അബൌട്ട് ദ ഡിഷസ് പ്രിപ്പയർഡ് ഔട്ട് ബനാന സ്റ്റെം ഓർ ഫ്ലവർ ഇൻ യുവർ ഹോം. ഡോണ്ട് ഫൊർഗെറ്റ് ടു ഇൻക്ലൂഡ് ദം ഇൻ യുവർ ഡയറ്റ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ അച്ഛനോടോ അമ്മയോടോ ഒക്കെ ചോദിച്ചിട്ട് വാഴയുടെ അല്ലെങ്കിൽ പിണ്ടിയോ കൂമ്പോ ഒക്കെ ഉപയോഗിച്ച് നിങ്ങളുടെ വീട്ടിൽ പ്രിപ്പയർ ചെയ്യുന്ന ഭക്ഷ്യസാധനങ്ങൾ എന്തൊക്കെല്ലാമാണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് അവ നിർബന്ധമായും നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുമല്ലോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒബ്സർവ് ദ പിക്ചർ. താഴെ കൊടുത്തിരിക്കുന്ന പിക്ചറെ ശ്രദ്ധിക്കുക. ഇവിടെ മാംഗോ, ഇവിടെ മാങ്ങാപ്പഴം കൊടുത്തിട്ടുണ്ട്. ദെൻ മാംഗോ ജ്യൂസ്. Did you see the mango slices and the strained mango juice which has more fiber? Why? Discuss. അതായത് ഇവിടെ മാമ്പഴ കഷ്ണങ്ങളും അതുപോലെ തന്നെ മാംഗോ ജ്യൂസും ഒക്കെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഇതിൽ ഏതിലാണ് കൂടുതൽ ഫൈബേഴ്സ് ഉണ്ടാവുക അല്ലെങ്കിൽ നാരുകൾ ഉണ്ടാവുക, എന്തുകൊണ്ട് ചർച്ച ചെയ്യുക. Won't you try to eat whole fruits like mango, orange and apple instead of their juice? അതായത് മാമ്പഴം, ഓറഞ്ച്, ആപ്പിൾ തുടങ്ങിയ പഴവർഗ്ഗങ്ങളൊക്കെ ജ്യൂസ് രൂപത്തിലാക്കാതെ നിങ്ങൾ ഇനി കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ. നെക്സ്റ്റ് ടോപ്പിക്, വാട്ടർ. ഡോണ്ട് യു നോ ദാറ്റ് അബൌട്ട് 70% ഓഫ് അവർ ബോഡി ഈസ് കംപ്രൈസ്ഡ് ഓഫ് വാട്ടർ. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ ഏതാണ്ട് 70% വാട്ടറാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. വാട്ടർ ഈസ് എസെൻഷ്യൽ ഫോർ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ് ലൈക്ക് ഡൈജഷൻ, സർക്കുലേഷൻ ആൻഡ് എക്സ്ക്രീഷൻ. അപ്പോൾ ദഹനം, അതുപോലെ തന്നെ ബ്ലഡിൻ്റെ സർക്കുലേഷൻ, അതായത് രക്തചംക്രമണം, എക്സ്ക്രീഷൻ എന്ന് പറഞ്ഞാൽ വിസർജനം തുടങ്ങി വിവിധ തരത്തിലുള്ള ശാരീരിക പ്രവർത്തനങ്ങൾക്ക് വെള്ളം ആവശ്യമാണ്. വാട്ടർ ഈസ് ലോസ്റ്റ് ഫ്രം ദ ബോഡി ത്രൂ യൂറിൻ ആൻഡ് സ്വെറ്റ്. നമ്മുടെ ശരീരത്തിലെ ജലം നഷ്ടമാകുന്നത് ഏതിലൂടെയെല്ലാമാണ്? യെസ്, നമ്മളിവിടെ പറഞ്ഞു യൂറിനിലൂടെയും സ്വെറ്റിലൂടെയും, അതായത് മൂത്രത്തിലൂടെയും വിയർപ്പിലൂടെയുമാണ് നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള വെള്ളം നമുക്ക് നഷ്ടമാകുന്നത്. സോ വി മസ്റ്റ് ഡ്രിങ്ക് പ്ലെൻറ്റി ഓഫ് പ്യുവർ വാട്ടർ. അതുകൊണ്ട് നമ്മൾ ധാരാളം വെള്ളം കുടിക്കണം. ചിൽഡ്രൻ ഷുഡ് അറ്റ്ലീസ്റ്റ് ഡ്രിങ്ക് 10 to 12 ഗ്ലാസസ് ഓഫ് വാട്ടർ എ ഡേ. കുട്ടികൾ ഒരു 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. വെജിറ്റബിൾസ് ലൈക്ക് ടൊമാറ്റോ, ക്യുക്കംബർ, വാട്ടർമെലൺ എക്സെട്ര കണ്ടെയ്ൻ പ്ലെൻറ്റി ഓഫ് വാട്ടർ. അപ്പം വെജിറ്റബിൾസായ തക്കാളി, അതുപോലെ തന്നെ വെള്ളരി, തണ്ണിമത്തൻ തുടങ്ങിയ പച്ചക്കറികളിലൊക്കെ ധാരാളം ജലം അടങ്ങിയിട്ടുണ്ട്. വോണ്ട് യു ഇൻക്ലൂഡ് ദം ഇൻ ഫുഡ്? ഇവയും നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തില്ലേ? നെക്സ്റ്റ് വൺ, ബാലൻസ് ഡയറ്റ്. In order to maintain health, we should follow a diet which include protein, carbohydrate, fat, vitamins and minerals in appropriate quantity. അതായത് നമ്മുടെ ആരോഗ്യം നിലനിർത്തുന്നതിന് നിശ്ചിത അളവിൽ പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, കൊഴുപ്പ്, വൈറ്റമിൻസ്, മിനറൽസ് എന്നിവ അടങ്ങിയ ഭക്ഷണക്രമമാണ് നമ്മൾ ശീലിക്കേണ്ടത്. സച്ച് എ ഡയറ്റ് ഈസ് കോൾഡ് ബാലൻസ് ഡയറ്റ്. ഇത്തരത്തിലുള്ള ഭക്ഷണക്രമമാണ് ബാലൻസ് ഡയറ്റ് അഥവാ സമീകൃതാഹാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈസ് ദർ എ സിംഗിൾ ഫുഡ് ഐറ്റം വി ഡിസ്കസ്ഡ് ഏർലിയർ ദാറ്റ് കണ്ടെയ്ൻസ് ഓൾ ദ ന്യൂട്രിയൻസ് ഇൻ ആഡിക്വേറ്റ് ക്വാണ്ടിറ്റി? നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ള എല്ലാ പോഷകഘടകങ്ങളും മതിയായ തോതിൽ അടങ്ങിയിട്ടുള്ള ഏതെങ്കിലും ഒരു ഭക്ഷണ പദാർത്ഥം ഉണ്ടോ? ഡോണ്ട് വി കോമ്പൻസേറ്റ് ദ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി ഇൻ വൺ ഫുഡ് ഐറ്റം വിത്ത് അനദർ വൺ? ഈഫ് സോ, ഷുഡിൻ ദ ഫുഡ് വി ഈറ്റ് ബി ഡൈവേഴ്സ്? അതായത് ഒരു ഭക്ഷ്യവസ്തുവിൽ പോഷകഘടകത്തിൽ ഉണ്ടാകുന്ന കുറവ് മറ്റൊരു ഭക്ഷണത്തിലൂടെയല്ലേ നമ്മൾ നികത്തുന്നത്? അങ്ങനെയാണെങ്കിൽ നാം കഴിക്കുന്ന ഭക്ഷണം വൈവിധ്യമുള്ളതായിരിക്കണ്ടേ? അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പലതരത്തിലുള്ളതായിരിക്കണ്ടേ? Earlier you have prepared the menu for a day. നിങ്ങൾ നേരത്തെ ഒരു ദിവസത്തിൻ്റെ നിങ്ങൾ എന്തൊക്കെ ആഹാരമാണ് കഴിക്കുന്നത്, ബ്രേക്ക്ഫാസ്റ്റിന് എന്ത് കഴിക്കുന്നു, ലഞ്ചിന് എന്താണ് കഴിക്കുന്നത്, ഡിന്നറിന് എന്താണ് കഴിക്കുന്നതെന്ന് ആദ്യത്തെ പാർട്ട് 1 ഞാൻ സൂചിപ്പിച്ചിരുന്നു അല്ലേ? എക്സാമിൻ ദ മെനു ആൻഡ് ഫൈൻഡ് ഔട്ട് വെദർ ഇറ്റ് ഈസ് എ ബാലൻസ്ഡ് ഡയറ്റ്. അപ്പോൾ എല്ലാ പോഷക ഘടകങ്ങളും ഉൾപ്പെട്ട സമീകൃത ആഹാരമാണോ നിങ്ങൾ ആ ബോക്സിൽ എഴുതിയിരുന്നത് എന്ന് പരിശോധിക്കുക. ഇഫ് നോട്ട്, മേക്ക് നെസസറി ചേഞ്ചസ് ഇൻ ദാറ്റ്
ഇൻ ദ ഡയറ്റ് ആൻഡ് റൈറ്റ് ഡൗൺ ഇൻ ദ ടേബിൾ. അപ്പോൾ അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭക്ഷണത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി ആ ബോക്സിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. Changes to be made in my diet. See, items to be included in breakfast, items to be included in lunch, items to be included in dinner. അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞു വച്ചിരിക്കുന്നത്? നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഡിന്നറിനും കഴിക്കുന്ന ആഹാര സാധനങ്ങളിൽ പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റ്സ്, വൈറ്റമിൻസ്, മിനറൽസ് ഇവയെല്ലാം അടങ്ങിയ ആഹാരമാണോ ഒരു ദിവസം നമ്മൾ കഴിക്കുന്നത്? അതായത് നമ്മൾ ഒരു ദിവസം കഴിക്കുന്നത് ബാലൻസ്ഡ് ഡയറ്റാണോ എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഇനി നെക്സ്റ്റ് വൺ, മൈ ഫുഡ് പ്ലേറ്റ്. എൻ്റെ ഫുഡിൻ്റെ പ്ലേറ്റ്. ഹാവിൻറ്റ് യു അണ്ടർസ്റ്റുഡ് ദാറ്റ് നൺ ഓഫ് ദ ന്യൂട്രിയൻസ് ഡിസ്കസ്ഡ് സോ ഫാർ ക്യാൻ ബി എക്സ്ക്ലൂഡഡ് ഫ്രം അവർ ഡയറ്റ്. അതായത് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത ഈ ന്യൂട്രിയൻസിൽ ഒരു ഘടകവും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായില്ലേ? എ സാമ്പിൾ വിച്ച് കണ്ടെയ്ൻസ് ഓൾ ന്യൂട്രിയൻസ് ഈസ് ഗിവൻ ബിലോ. അപ്പോൾ എല്ലാ പോഷക ഘടകങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മോഡലാണ് താഴെ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. ഫൈൻഡ് ഔട്ട് ദ ക്വാണ്ടിറ്റി ഓഫ് ഫുഡ് ഐറ്റംസ് ടു ബി ടേക്കൺ ഇൻ എ ഡേ ഫ്രം ദ പിക്ചർ. അതായത് ഒരു ദിവസം കഴിക്കേണ്ട ഭക്ഷ്യവസ്തുക്കളുടെ അളവുകൾ ചിത്രത്തിൽ നോക്കിയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഈ പിക്ചർ ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ ഫസ്റ്റ് വൺ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഫ്രൂട്ട്സ് 100 ഗ്രാം, പൾസസ്, എഗ്, ഫിഷ് മീറ്റ് 85 ഗ്രാം, മിൽക്ക് അല്ലെങ്കിൽ കേർഡ് തൈര് 300 ml, കാഷ്യൂനട്ട് സീഡ്സ് 30 ഗ്രാം, ഫാറ്റ് 27 ഗ്രാം, സിരീൽസ് 260 ഗ്രാം ആൻഡ് ഹിയർ വെജിറ്റബിൾസ് 400 ഗ്രാം. ഓക്കെ, നിങ്ങൾ ഈ പ്ലേറ്റ് കണ്ടല്ലോ. Prepare a food chart for a day including all the nutrients as per your food habit and exhibit it in your home and class. അപ്പോൾ നിങ്ങളുടെ ആഹാര രീതി അനുസരിച്ച് എല്ലാ പോഷക ഘടകങ്ങളും ഉൾപ്പെടുന്ന വിധത്തിൽ ഒരു ദിവസത്തെ നിങ്ങൾ ഒരു ദിവസം കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഒരു ചാർട്ട് ഉണ്ടാക്കി അത് വീട്ടിലും അതുപോലെ തന്നെ ക്ലാസ്സിലും പ്രദർശിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഈ പിക്ചർ ശ്രദ്ധിക്കുക. റൈസിൽ എന്താണുള്ളത്? കാർബോഹൈഡ്രേറ്റ് ആണ്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ ഇവിടെ ഫിഷ് ഗീ, അതിൽ ഫാറ്റാണുള്ളത്. ഗൂസ്ബെറി, പപ്പായ, അതായത് ഗൂസ്ബെറി നെല്ലിക്കയിലും പപ്പായയിലും ഒക്കെ വൈറ്റമിൻസ് ഉണ്ട്. അതുപോലെ ലീഫി വെജിറ്റബിൾസ്, അതിൽ മിനറൽസ് ആണുള്ളത്. ഗ്രീൻ ഗ്രാം തുടങ്ങിയ സാധനങ്ങളിലൊക്കെ പ്രോട്ടീനാണുള്ളത്. നമ്മൾ ഇതൊക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. നെക്സ്റ്റ് വൺ, ലഞ്ച് ആൻഡ് ഇറ്റ്സ് കലോറി, അതായത് ഉച്ചഭക്ഷണവും കലോറിയും. എക്സാമിൻ ദ മെനു ഓഫ് സ്കൂൾ നൂൺ മീൽ ഫോർ 5 days. അപ്പോൾ സ്കൂൾ ഉച്ചഭക്ഷണത്തിൻ്റെ 5 ദിവസത്തെ മെനു പരിശോധിക്കുക. വിച്ച് ഫുഡ് ഐറ്റംസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ഇറ്റ്, അതിൽ എന്തെല്ലാം വിഭവങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡിസ്കസ് ദ മെനു ഓഫ് ഈച്ച് ഡേ വിത്ത് ദ ടീച്ചർ ആൻഡ് എക്സാമിൻ ദ ഫുഡ് ഐറ്റംസ് ആൻഡ് ദ ന്യൂട്രിയൻസ് ഇൻ ദം. ടാബ്ലേറ്റ് യുവർ ഫൈൻഡിങ്സ്. അപ്പോൾ ഓരോ ദിവസത്തെയും മെനു ടീച്ചറുമായിട്ട് നിങ്ങളൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് ഏതൊക്കെ വിഭവങ്ങളാണ് അവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, അവയിൽ അടങ്ങിയിട്ടുള്ള ന്യൂട്രിയൻസ് ഏതൊക്കെയാണെന്ന് പരിശോധിച്ച് ഈ താഴെ കൊടുത്തിരിക്കുന്ന ബോക്സിൽ നിങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഡേ എഴുതിയിട്ടുണ്ട്. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ. അപ്പോൾ പിന്നെ ഫുഡ് ഐറ്റംസും അതുപോലെ തന്നെ അതിൽ ഏതൊക്കെ ന്യൂട്രിയൻസ് ആണ് എന്നുള്ളത് നമ്മൾ ഈ ബോക്സിൽ എഴുതേണ്ടത് അത്യാവശ്യമാണ്. മനസ്സിലായല്ലോ? ഇനി ഡിഡ് യു നോട്ടീസ് ദ ഫുഡ് ഐറ്റംസ് ആൻഡ് ദെയർ ന്യൂട്രിയൻസ് ഫോർ ഈച്ച് ഡേ. ഓരോ ദിവസത്തെയും വിഭവങ്ങളും അതുപോലെ തന്നെ പോഷക ഘടകങ്ങളും രേഖപ്പെടുത്തിയത് ശ്രദ്ധിച്ചില്ലേ? ഹാവിൻ യു അണ്ടർസ്റ്റുഡ് that the menu for noon meal in schools is prepared to ensure balanced diet for every child. കുട്ടികൾക്ക് ബാലൻസ്ഡ് ഡയറ്റ് ലഭിക്കുന്ന രീതിയിലാണ് സ്കൂൾ ഉച്ചഭക്ഷണത്തിൻ്റെ മെനു തയ്യാറാക്കിയിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങളത് കറക്റ്റായിട്ട് ആ ചാർട്ടൊന്ന് കംപ്ലീറ്റ് ചെയ്യുക. ആൻഡ് നെക്സ്റ്റ്, കലോറി. കലോറി ഈസ് ദ യൂണിറ്റ് ദാറ്റ് മെഷേഴ്സ് ദ അമൗണ്ട് ഓഫ് എനർജി ഇൻ ഫുഡ് ഐറ്റംസ്. അതായത് ഭക്ഷണത്തിലെ ഊർജത്തിൻ്റെ അളവ് കണക്കാക്കുന്ന ഒരു യൂണിറ്റാണ് എന്ത്? കലോറി. എനർജി ഈസ് റിക്വയർഡ് ഫോർ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ് ലൈക്ക് റെസ്പിറേഷൻ, സർക്കുലേഷൻ എക്സെട്ര. അതായത് നമ്മുടെ ശ്വസനം, ബ്ലഡ് സർക്കുലേഷൻ, അതായത് രക്തചംക്രമണം തുടങ്ങിയ ശാരീരിക പ്രവർത്തനങ്ങളൊക്കെ നിർവഹിക്കുന്നതിന് ഊർജം ആവശ്യമാണ്. എനർജി അതായത് ഊർജം.
A man engaged in physical activities requires about 1900 to 2400 calories of energy. അപ്പോൾ ശാരീരിക അധ്വാനം ചെയ്യുന്ന ഒരു പുരുഷന് പ്രതിദിനം, അതായത് ഡെയിലി, ഒരു ശരാശരി ഒരു 1900 തുടങ്ങി 2400 കലോറി വരെ ആവശ്യമാണ്. A woman having physical activities needs about 16,000 to 2000 calories of energy per day. അപ്പോൾ അതായത് ഒരു ശാരീരികമായിട്ട് അധ്വാനിക്കുന്ന ഒരു സ്ത്രീക്കാണെങ്കിൽ 1600 തുടങ്ങി 2000 കലോറി വരെ ഊർജം ആവശ്യമാണ്. A grown up child needs an average of 1200 to 1400 calories of energy per day. അതായത് ഒരു മുതിർന്ന കുട്ടിക്കാണെങ്കിൽ ഡെയിലി ഏതാണ്ട് 1200 മുതൽ 1400 കിലോ കലോറി വരെ നമുക്ക് ആവശ്യമാണ്. A child gets about 750 calories of energy from noon meal. സ്കൂൾ ഉച്ചഭക്ഷണത്തിലൂടെ ഒരു കുട്ടിക്ക് ഏതാണ്ട് 750 കലോറി ഊർജം ലഭിക്കുന്നുണ്ട്. മേക്ക് ഇറ്റ് ഷുവർ ടു ഗെറ്റ് ദ റിമൈനിങ് എമൗണ്ട് ഓഫ് കാലോറീസ് ഫ്രം ദ ഫുഡ് ഐറ്റംസ് യു ഈറ്റ് അറ്റ് അതർ ടൈംസ്. അപ്പോൾ മറ്റ് സമയങ്ങളിൽ കഴിക്കുന്ന ആഹാരത്തിലൂടെ ആവശ്യമായ ബാക്കി കലോറി നമ്മുടെ ശരീരത്തിൽ ലഭ്യമാക്കാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ. ക്യാൻ യു സജസ്റ്റ് ലെസ് എക്സ്പെൻസീവ് ആൻഡ് ന്യൂട്രീഷ്യസ് ഡിഷസ് ടു ഇംപ്രൂവ് ദ നൂൺ മീൽ? ഉച്ചഭക്ഷണം മെച്ചപ്പെടുത്തുന്നതിനായിട്ട് ചെലവ് കുറഞ്ഞതും അതുപോലെ തന്നെ പോഷകസമൃദ്ധമായ ഭക്ഷ്യവസ്തുക്കൾ ലഭ്യമാക്കാൻ എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് നിങ്ങൾക്ക് കൊടുക്കാനുള്ളത്? നെക്സ്റ്റ് വൺ, വാട്ട് ആർ യുവർ സജഷൻസ് ടു ഗെറ്റ് ദ ഇൻഗ്രീഡിയൻസ് ഫോർ പ്രിപ്പയറിംഗ് ദീസ് ഡിഷസ്? ഇത്തരത്തിലുള്ള വിഭവങ്ങളൊക്കെ തയ്യാറാക്കുന്നതിനുള്ള ഭക്ഷ്യവസ്തുക്കൾ ലഭ്യമാക്കാൻ എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് നിങ്ങൾക്ക് കൊടുക്കാനുള്ളത്? ചർച്ച ചെയ്യുക. ടു പ്രിവെൻറ്റ് ലോസ് ഓഫ് ന്യൂട്രിയൻസ്, അതായത് പോഷകമൂല്യങ്ങളൊക്കെ നഷ്ടപ്പെടാതിരിക്കാൻ. വാട്ട് ആർ ദ പോസിബിലിറ്റീസ് ഫോർ ദ ലോസ് ഓഫ് ന്യൂട്രിയൻസ് വൈൽ കുക്കിംഗ്? ആഹാരം പാകം ചെയ്യുമ്പോൾ എങ്ങനെയെല്ലാമാണ് ന്യൂട്രിയൻസ് നഷ്ടപ്പെടാൻ സാധ്യതയുള്ളത്? ഡിസ്കസ് ആൻഡ് റൈറ്റ് ഇൻ യുവർ സയൻസ് ഡയറി. അപ്പം നിങ്ങളത് ചർച്ച ചെയ്തിട്ട് നിങ്ങളുടെ സയൻസ് ഡയറിയിൽ എഴുതാം. ഇവിടെ ശ്രദ്ധിക്കുക, വാഷിംഗ് വെജിറ്റബിൾസ് ആഫ്റ്റർ കട്ടിങ് ദം. അപ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്, നമ്മൾ പച്ചക്കറികൾ അരിഞ്ഞതിന് ശേഷം കഴുകുക. അങ്ങനെ ചെയ്യുമ്പോൾ ന്യൂട്രിയൻസ് നഷ്ടപ്പെടാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. ബാക്കി ഏതൊക്കെ കാര്യങ്ങളിലൂടെയാണ് ന്യൂട്രിയൻസ് നമുക്ക് നഷ്ടപ്പെടുന്നത് എന്നുള്ളത് ഇവിടെ എഴുതണം. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് വൈ ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഷുഡ് നോട്ട് ബി വാഷ്ഡ് ആഫ്റ്റർ കട്ടിങ് ദം? അപ്പോൾ പഴങ്ങളും പച്ചക്കറികളും ഒക്കെ മുറിച്ചതിന് ശേഷം കഴുകാൻ പാടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? Discuss with the elders in your home the measures to be adopted to prevent the loss of nutrients from food items. അപ്പോൾ ആഹാരത്തിൽ ഇതുപോലെയുള്ള ന്യൂട്രിയൻസ് നഷ്ടപ്പെടാതിരിക്കാൻ സ്വീകരിക്കേണ്ട മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണെന്ന് വീട്ടിലെ മുതിർന്നവരുമൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്ത് സയൻസ് ഡയറിയിൽ എഴുതുക. Haven't you understood the need to eat nutritious food for growing up healthy? അതായത് ആരോഗ്യത്തോടെ വളരാൻ പോഷകസമൃദ്ധമായ ആഹാരം കഴിക്കേണ്ടതിൻ്റെ ആവശ്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ന്യൂട്രീഷ്യസ് ഫുഡ് ഈസ് നോട്ട് ഓൺലി എസെൻഷ്യൽ ഫോർ ഹെൽത്ത് ബട്ട് ഇറ്റ് ഈസ് ഓൾസോ അവർ റൈറ്റ്. അതായത് പോഷകസമൃദ്ധമായ ആഹാരം ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണെന്ന് മാത്രമല്ല, അത് നമ്മുടെ അവകാശം കൂടിയാണ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ തീരുകയാണ്. ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എല്ലാമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. Thank you so much.